തിരുവചനം ധ്യാനിക്കാം. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, സിയോനിലെ ആർപ്പിടുക, യെരൂശലേം പുത്രിമാരെ പൂർണ്ണഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവേ, നിന്റെ മധ്യേ ഇരിക്കുന്നു. നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവൻ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. കർത്താവായ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. വിധ സമാധാനത്തോടെ ആയിരിക്കും. മുന്തിരിവള്ളി ഫലം കായ്ക്കും. ഭൂമി അനുഭവം നൽകും. ആകാശം മഞ്ഞു പെയ്യിക്കും. ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്ക് ഞാൻ ഇവയൊക്കെയും അവകാശമായി കൊടുക്കും. നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായി തീരും. കർത്താവിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരും. കർത്താവിൻ്റെ അരുളപ്പാട്. കൊടുക്കുന്നതിലും അധികം ഫലമാക്കി 30, 60, 100 മേനി കൊയ്ത്ത് ഫലം കായ്ക്കും. അതുകൊണ്ട് നമ്മൾ ദശാംശം, നമ്മുടെ ഉള്ളതിൽ പങ്ക് ദശാംശം നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ സ്തോത്രം ചെയ്ത് കൊടുക്കണം. കർത്താവിന് സ്തോത്രം. ഈ തിരുവചനങ്ങളെ ഓർത്ത് ദൈവമക്കളോട് എല്ലാം ജാതികളുടെ ഇടയിൽ നിന്ന് ദുഷിപ്പെല്ലാം മാറി നമ്മളെ രാഷ്ട്രത്തെ നിയന്ത്രിക്കാൻ തക്കവണ്ണം അന്യ രാജ്യങ്ങളിൽ നിന്നും അനുകമ്പയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ.